എന്താണീ കാണിക്കുന്ന മോളെ? അമ്മ അത് എന്താ അവിടെ? നോക്കിക്കേ, നിങ്ങളുടെ മോളെ കാണിക്കുന്നത് കൃഷ്ണന്റെ രൂപത്തില് താമരമാല അണിയിക്കുന്നു. വൃന്ദേ, എന്തായി കേക്കുന്നേ? കല്യാണപ്രായ പിള്ളേര് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയില്ലേ? എന്നോട് ക്ഷമിക്കച്ച. ഓരോ അവിവേകങ്ങൾ കാണിച്ചിട്ട് ഇറങ്ങൂ, ഈ മുറിയിൽ നിന്ന് ഇറങ്ങൂ. ഇനി മുതല് നീ അമ്മയുടെ മുറിയിൽ കിടന്നാ മതി. ഈ മുറിയിലേക്ക് നീ കേറേ വേണ്ട. ഇനി അങ്ങനെ എങ്ങാനും കാണിച്ച അച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഈ മുറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല. വൃന്ദേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. ഇറങ്ങി റൂമിന്ന്. ഇതെല്ലാം നമ്മുടെ മോളായിട്ടുണ്ടാക്കിയ പ്രശ്നം. ദേവനെ കല്യാണം കഴിച്ചത് നമ്മുടെ മോള് തന്നെയാ. ഇതൊന്നും ഇവിടെ നിന്ന് ഒതുങ്ങുന്ന പ്രശ്നമല്ല. നാളെ കാലത്ത് തന്നെ എനിക്കൊരു അമ്പലം അറിയാം, കുറച്ച് അകലെ എവിടുന്ന്. നാളെ കാലത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് എത്തണം. നമ്മുടെ മോൾ ഇതിനൊക്കെ സമ്മതിക്കോ? ഇത് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ മോൾക്ക് എന്തെങ്കിലും ആവോ? എനിക്ക് പേടിയാവോ. നീയെ വിഷമിക്കാതിരിക്കേ. എല്ലാം അവസാനിക്കാൻ പോവാ. എനിക്ക് എന്റെ കൃഷ്ണനെ കിട്ടില്ല. അവനോട് ഒരു വാക്ക് പോലെ എന്റെ പ്രണയത്തെ കുറിച്ച് പറയാൻ പറ്റാതെ എന്നെ കൊണ്ടാവില്ല. എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല. സ്വാമി, നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നോമിനറിയാം. കുട്ടി, ഇങ്ങോട്ട് കയറി നിൽക്കുക. ഇത് പിടിക്കുക. നിന്റെ ദേവനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ. കണ്ണു തുറക്കുമ്പോ എല്ലാം മനസ്സിലാകും. ഇത് നിന്റെ ദേവന്റെ തന്നെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി തന്നെ ജനിച്ചവനാണ്. ഞാൻ നിന്നെ തന്നെയാ താലി കെട്ടാൻ പോകുന്നു. മരണം വരെ നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? അവസാനം വരെ ഞാൻ നിന്റേത് മാത്രമായിരിക്കും. നിന്റെ ജന്മം സാഫല്യമാക്കാനായിട്ട് ഞാനും ഉണ്ടാകും. ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ, കൃഷ്ണ ഇപ്പൊ എന്റെ അരികിലേക്ക് വന്നിരുന്നെങ്കിൽ. സ്വാമി, ഇതിനെന്തൊരു പ്രതിവിധി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയിരിക്കല്ലേ. അപ്പോഴാണ് അവള് കൃഷ്ണന്റെ രൂപത്തിൽ താമരമാല ഇട്ടത്. എന്റെ കുട്ടി അറിവില്ലാതെ എന്തോ ചെയ്തതാണ്. എന്തെങ്കിലും ചെയ്യണം സ്വാമി. പ്രതിവിധി ക്രിയകൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇന്ന് ഭജനുള്ള ദിവസമാണ്. അതിന് കൂടിക്കൊള്ളുക. പിന്നെ ഒരു വർഷത്തേക്ക് കുട്ടിയുടെ കല്യാണം ഒന്നും നടക്കില്ല. പിന്നെ ഈ കുട്ടിയുടെ കല്യാണം വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് നടക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും നമുക്കൊരു കൈ നോക്കാം. എന്നാ അങ്ങോട്ട് ചെന്നോളൂ. കണ്ടില്ലേ ഓരോന്ന് കാണിച്ചു കൂട്ടിയേക്കുന്നത്? നിന്നെ കല്യാണം കഴിപ്പിച്ച് കഴിക്കേണ്ട ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ തീയ. നീ കാരണം കല്യാണം പോലും നടക്കുമെന്ന് ഉറപ്പില്ല. പറഞ്ഞത് കേട്ടില്ലേ? അമ്മേ, നീ മിണ്ടരുത്. ചേട്ടാ, അവള് 2 ദിവസമായി കിടന്ന കിടപ്പാണ്. ഒന്നും മര്യാദക്ക് കഴിക്കുന്ന പോലും ഇല്ല. ഞാൻ പറഞ്ഞാൽ അവള് കേട്ടോളും. നിങ്ങളെങ്കിലും ഇനി പറഞ്ഞു നോക്ക്. വൃന്ദ മോളെ, വന്ന് കഴിച്ചേ. വൃന്ദേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് വിശക്കുന്നില്ല. നീ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെന്തിനാ നിരാഹാരം കിടക്കുന്നത്? അതുപോലെ തന്നെ എന്റെ മുറി പൂട്ടിയിട്ടിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ അച്ഛാ? വൃന്ദേ, നീ എന്നു മുതൽ അച്ഛനോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്? ഞാൻ എതിർത്തൊന്നും പറയുന്നതല്ല അമ്മ. ആ മുറി പൂട്ടിയിട്ടിട്ടൊരു കാര്യമില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നീ അടുത്ത വല്ല അയ്യം കാണിക്കുന്ന ആര് കണ്ടു? ഞാനെന്ത് തെറ്റാ ചെയ്ത അമ്മ? എന്റെ ഇഷ്ടദേവന് മാല ചാർത്തിയതാണോ? അമ്മ, അച്ഛ, ആ സ്വാമി തന്നെ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ ദേവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന്. വൃന്ദമോളെ, നീ എന്തൊക്കെയാ പറയണെന്ന് വല്ല അറിവുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ പരിഹാര ക്രിയകളൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്ന്. വൃന്ദേ, വൃന്ദേ, അത് ഗംഗയാണെന്ന് തോന്നുന്നു. നീ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ.
ആ ഗംഗമോളോ? ആ അമ്മേ, വൃന്ദ എന്തേ? കുറെ ആയല്ലേ കോളേജിലേക്കും അമ്പലത്തേക്കൊക്കെ കണ്ടിട്ട്. എന്തെങ്കിലും വയ്യായി ഉണ്ടോ? ആ 2 ദിവസമായിട്ട് ചെറിയ വയ്യായി ഉണ്ട്. അതാ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അത് ആ വന്ന് കണ്ടോളൂ. അധികം സംസാരിക്കാൻ നിൽക്കണ്ടാട്ടോ. ആ നീ അമ്മയുടെ മുറിക്ക് മാറിയോ? അയ്യോ, എന്താണ് പറ്റിയത്? കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നു. എന്താടി, എന്താ പറ്റിയേ? എനിക്ക് പറ്റുന്നില്ലാടി, എന്റെ മുറിയിൽ എന്റെ കൃഷ്ണനൊന്ന് കാണാണ്ട്. അതിനെന്താ, അത് നിന്റെ മുറിയല്ലേ? എന്റെ മുറി അമ്മയും അച്ഛനൊക്കെ പൂട്ടിയിട്ടേക്കുവാ. അതെന്തിനാ? അതെനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഗംഗ, എനിക്കൊന്ന് അമ്പലത്തിൽ പോണമെന്നുണ്ട്. നീ അമ്മനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കോ? നീ ഒന്ന് കരയാതിരിക്കെ, ഞാൻ അമ്മനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം കേട്ടോ. അമ്മേ. ആ മോൾ ഇറങ്ങാറായോ? അല്ലമ്മേ, അവളാകെ വിഷമത്തില. അവൾക്ക് അമ്പലത്തിൽ പോണമെന്നുണ്ട്. എൻ്റെ കൂടെ വിടോ? അത് ശരിയാവില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ വൃന്ദമോളുടെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. അതെ, ഗംഗമോളെ വൃന്ദനെ അമ്പലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടേന്ന് ചോദിച്ചു. അത് ശരിയാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഗംഗമോളുടെ കൂടെയല്ലേ, ഒന്ന് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിനൊരു സമാധാനാവും. അതിന് നമ്മുടെ കൂടെ സമാധാനം കളയണോ? ഒന്ന് വിട്ടൂടെ? ശരി, പെട്ടെന്ന് പോയി വരാൻ പറഞ്ഞേക്ക്. ഗംഗമോളെ അവളോട് ചെന്ന് കുളിക്കാൻ പറയും. വേഗം പോയി വന്നാ മതി. നന്ദിയുണ്ടമ്മേ. വൃന്ദേ, പോയി കുളിച്ചിട്ട് വാ, അമ്മ സമ്മതിച്ചു. ശരിക്കും? ആ, നീ ചെല്ല്. ഇവിടെ ഇതെല്ലാം അടക്കം ഒതുക്കി വയ്ക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മായി. ആ കൃഷ്ണമാനോ, എന്തേ? അതമ്മേ, വൃന്ദനെ 2 ദിവസമായിട്ട് കോളേജിക്ക് കണ്ടില്ല. സാറുമാരെ അന്വേഷിച്ചായിരുന്നു. അത് അവൾക്ക് വയ്യാതെ ഇരിക്കായിരുന്നു. ആണോ? എന്നിട്ടിപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഗംഗമോളുടെ കൂടെ അമ്പലത്തിൽ പോയേക്കാ. ആ, എന്നാ ഞാനങ്ങോട്ട്. ആ ആയിക്കോട്ടെ. വൃന്ദേ, എന്താ ഉണ്ടായേ? നീ എന്ന് പറഞ്ഞില്ലേ താമരമാല ചാർത്തിയാ പിന്നെ ആ പ്രണയത്തെ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്ന്. എന്റെ കൃഷ്ണ, നീ അത് ആർക്കാ ചാർത്തിയെ? അച്ഛനമ്മയും അറിഞ്ഞിട്ടുണ്ടാവൂലേ? എന്റെ ദൈവമേ, നിനക്ക് എന്നോടൊന്ന് പറഞ്ഞോടെ? ആ അതെ, അച്ഛനും അമ്മയും അതറിഞ്ഞു. പിന്നെ അത് ആർക്കും എല്ലാം ചാർത്തിയേ. പിന്നെ ഞാൻ കൃഷ്ണന്റെ രൂപത്തിലാ ചാർത്തിയത്. നീ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ സ്വപ്നത്തിൽ കൃഷ്ണനെ കാണാറുണ്ടെന്ന്. ഞാൻ ആളെ കണ്ടെത്തി. അതാരാ? കൃഷ്ണനില്ലേ, എന്റെ വീടിന്റെ അപ്പുറത്ത് പുതിയ താമസക്കാരായിട്ട് വന്നവര്. നിന്റെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷല്ലേ? ആ അതെ. എടി, അത് നിന്റെ മാഷല്ലേ? എനിക്കങ്ങനെയല്ല, എനിക്ക് ആളെ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ഞാൻ വർഷങ്ങളായിട്ട് ആളെ മാത്രം സ്വപ്നം കാണുന്നത്. മാഷ് നിന്നോട് എങ്ങനെയാ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാ. എന്നാള് അത്രയും ബഹുമാനിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞ എന്തായാലും എന്നെ പിന്തിരിപ്പിക്കാനേ മാഷി നോക്കുള്ളൂ. സ്നേഹിക്കണ്ടെന്നേ പറയുള്ളൂ. അതുകൊണ്ടാ ഞാൻ വളഞ്ഞ മാർഗം നോക്കിയേ. നീ ഇതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അത് ഞാൻ എന്നോട് പ്രണയം തോന്നാനായിട്ട് ആ പച്ചമരുന്ന് കൂട്ട്. എന്റെ കൃഷ്ണ, എന്നിട്ടെന്താ, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ താമരമാല ഇട്ടപ്പോഴാ അവരെ കണ്ട് പ്രശ്നമായത്. പണിക്കര് പറഞ്ഞു എന്റെ വിവാഹം ദേവനായിട്ട് തന്നെ നടക്കുള്ളൂ എന്ന്. അത് മാഷിനറിയോ? അറിയാതിരിക്കോ? കൃഷ്ണനല്ലേ, അവനെല്ലാം അറിയും. പേര് കൃഷ്ണനാന്ന് വെച്ച് ഇല്ല, ഞാനൊരു തർക്കത്തിനുമില്ല.
എൻ്റെ കൃഷ്ണ, എന്തിനാ ഈ പരീക്ഷണം? എൻ്റെ ഇഷ്ടം എന്തിനാ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഞാൻ ജീവിക്കണ തന്നെ നിങ്ങളെ മാത്രം ആരാധിക്കാനാ. ഞാൻ അദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മകളെ, മനസ്സ് ആകെ അസ്വസ്ഥമാണല്ലേ? എന്തേ, പ്രണയവിരഹമാണോ? നിങ്ങൾ ഒന്നിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ മഹാദേവൻ നിങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇന്ന് വരെ മോൾക്ക് വേണ്ടി പുനർജനിച്ചത്. എനിക്കെന്റെ കൃഷ്ണനെ സ്വന്താക്കാൻ കഴിയോ? കൃഷ്ണന്റെ പാതി തന്നെയാണ് നീ. അവന്റെ ശക്തി പൂർണ്ണമാവണമെങ്കിൽ നിന്റെ ആത്മാവ് തന്നെ വേണം. എന്നാൽ നിന്നെ കല്യാണം കഴിച്ച് അവന്റെ ഭാര്യയാക്കുന്നതിനേക്കാൾ നിന്റെ ശരീരത്തിനേക്കാൾ നിന്റെ ആത്മാവിനെയാണ് സ്നേഹിക്കുന്നത്. അതിനാൽ കൃഷ്ണൻ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയില്ല എന്നാണോ? അങ്ങനെയല്ല, നിന്റെ മുൻജന്മങ്ങളുടെ അതിയായ ആഗ്രഹത്തെ പ്രതിയാണ് നീ ജനിച്ചിരിക്കുന്നത്. അതിനാൽ പ്രതിവിധിയെ നീ തന്നെ കണ്ടെത്തേണ്ടി വരും. എന്നെ കൊണ്ട് ഇതെല്ലാം കഴിയുമോ? രുക്മിണി സ്വയംവരമല്ലേ വരുന്നത്, അതിൽ പങ്കെടുക്കുക. എല്ലാം നന്നായി നടക്കട്ടെ. തഥാസ്തു. എല്ലാം ശരിയായി കഴിഞ്ഞാൽ എന്നെ കണ്ട് ഒരു താമരമാല അർപ്പിക്കാൻ മറക്കരുത്. ശരി സ്വാമി. അപ്പൊ നീ പറഞ്ഞതൊക്കെ കാര്യണ്ടായിരുന്നു? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യാനാ? നമുക്ക് ഗൂഗിൾ ചേട്ടനോട് ചോദിച്ചാലോ? ആളാവുമ്പോ എന്തെങ്കിലും വഴി പറഞ്ഞു തരും. അത് ശരിയാ. ഇപ്പൊ ചിലപ്പോ ചേട്ടൻ ആ കുളക്കടവിന്റെ വെടുങ്ങാനും കാണുമായിരിക്കുമല്ലേ? അതെ. ഗൂഗിൾ ചേട്ടാ. ആ, നിങ്ങളോ? എന്താ പതിവില്ലാതെ? അത് വൃന്ദയ്ക്കൊരു സഹായത്തിന്. എന്ത് സഹായം? അത് വൃന്ദയുടെ വീടിന്റെ അപ്പുറത്ത് പുതിയതായി വന്നേക്കുന്ന കൃഷ്ണയില്ലേ, ഒരു മാഷി. വൃന്ദയ്ക്ക് ആളെ ഇഷ്ടമാണ്. അപ്പോ എന്തെങ്കിലും. അത് എന്നാവരെന്തൊക്കെ ആളോട് പറഞ്ഞാ പോരെ? അതിന് ആളെന്നെ ആ രീതിയിലൊന്നല്ല കാണുന്നത്. ഇതിലിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരിക്കും കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണന്റെ രൂപത്തിൽ താമരമാല അണിയിച്ചു. അപ്പൊ അത് വീട്ടിലാകെ പ്രശ്നമായിരിക്കുമോ? അതോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത. ഗംഗി, നീ ആയിരിക്കുള്ളൂ ഇത് പറഞ്ഞു കൊടുത്തത്? ഞാൻ നിങ്ങൾക്ക് താമരമാല ഇടുന്ന കാര്യം മാത്രമേ പറഞ്ഞോളൂ. ഇവൾ ഇങ്ങനൊക്കെ ചെയ്യുന്നു ഞാൻ കരുതിയോ? തൽക്കാലത്തേക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്ക, അതാണ് ആദ്യം വേണ്ടത്. അതും ശരിയാ, അല്ലെങ്കിൽ അവരെന്നെ വീട്ടിൽ തന്നെ പൂട്ടിയിടും. ഗംഗി, ഇങ്ങോട്ടൊന്ന് വരോ? എടി ചെല്ല്. താൻ ഒറ്റയ്ക്കായല്ലേ? എന്നെ അറിയോ? ആ, ഞാനിടയ്ക്ക് ഗൂഗിൾ ചേട്ടനെ കൂടെ കണ്ടിട്ടുണ്ട്. ആ മാഷിനെ എത്ര കാലമായിട്ട് അറിയാം? എനിക്ക് വർഷങ്ങളായിട്ടറിയാം. അതിനാ മാഷ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പല്ലേ ഇങ്ങോട്ട് താമസം മാറി വന്നോളൂ? എനിക്കതിനു മുമ്പേ അറിയാം. എന്നാ ശരി, പെട്ടെന്ന് തിരിച്ചെത്താൻ പറഞ്ഞിട്ടാ വന്നേ. ഇപ്പൊ തന്നെ ഇത്രയും സമയമായി. വരട്ടെ. വൃന്ദേ, കൃഷ്ണ. എന്താ എന്നിപ്പോ കാണാനൊന്നും വരാത്ത? അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നടക്കരുത് കേട്ടോ? ഇല്ല. അപ്പൊ പിന്നെ ചെയ്ത പ്രശ്നങ്ങൾക്ക് എന്താ വഴി? അത് ഇപ്പൊ ഒറ്റ ലക്ഷ്യം മാത്രമേ പാടുള്ളൂ, പഠിക്കുക. വേറെ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കാൻ നോക്കാതെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പഠിക്കുക. മനസ്സിലായോ? അത് തന്നെയാ തന്നെ കൃഷ്ണനും ആഗ്രഹിക്കുന്നത്. മനസ്സിലായി. തന്റെ അമ്മ എന്റെ അമ്മയോട് തന്റെ കല്യാണക്കാര്യം പറഞ്ഞു കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ തന്റെ ജാതകത്തില് പ്രശ്നമൊക്കെ ഉള്ളോണ്ട് 1 വർഷത്തേക്ക് കല്യാണമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. എന്തേ, വിഷമുണ്ടോ? അധികം ചിന്തിക്കൊന്നും വേണ്ട, പോയിരുന്ന് പഠിക്ക്, കേട്ടല്ലോ? എന്താ നീ വരാൻ വൈകിയത്? ഞാൻ അമ്പലത്തിൽ കുറച്ചു നേരം ഇരുന്നിട്ടാ വന്ന്. അച്ഛാ, അമ്മ, എനിക്ക് പഠിക്കണം. അമ്മാവന് ഭയങ്കര തിരക്കായിരുന്നില്ലേ എന്നെ കെട്ടിച്ചയക്കാതെ. ഇനി 1 വർഷത്തേക്ക് അത് നടക്കില്ലല്ലോ. ഇത് ദൈവത്തിന് തന്നെ നിമിത്തമായിരിക്കില്ലേ അമ്മ? നമ്മുടെ അച്ഛൻ നല്ലതായത് കൊണ്ട് അമ്മയ്ക്ക് വീണ്ടും പഠിക്കാൻ പറ്റി. പക്ഷെ എല്ലാവരും എൻ്റെ അച്ഛനെ പോലെ ആയിരിക്കുമോ? ഇത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൂടാ അമ്മ? മോള് ഇഷ്ടമുള്ളത്രയ്ക്ക് പഠിച്ചു. നിനക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. എന്റെ പെണ്ണ് ഇപ്പോഴും കുട്ടിയല്ലേ?
മര്യാദയ്ക്ക് എന്റെ വീടും സ്ഥലം എഴുതി തന്നു, അല്ലെങ്കിൽ ഈ പറയണ ഞാനായിരിക്കില്ല. നീ ഇവിടെ കിടന്നിട്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, മര്യാദക്ക് പൊക്കോ. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരെ ഉണ്ടാക്കി വെച്ചത് വിറ്റ് കളിച്ചിട്ട് ഇനി ആകെയുള്ളത് ആ തറവാടാണ്. അതെന്റെ മോന്റെ പേരിലുള്ളതാ. ഒന്നില്ലെങ്കിലും അത് അവിടെ വെറുതെ കിടക്കല്ലേ. പിന്നെ നിനക്കും നിന്റെ മോനും അത് അനുഭവിക്കാൻ ഞാൻ അവിടെ മാക്കി വെച്ചിട്ട് വേണ്ടേ? അമ്മാവ, മര്യാദക്ക് പ്രശ്നം ഉണ്ടാക്കൊണ്ട് ഇറങ്ങി പോകണം. നിനക്ക് ആകെയുള്ളത് ആ തള്ളയല്ലടാ. മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കി എഴുതി തരാൻ നോക്ക്. എന്റെ കൈമഴയൊക്കെ എടുത്തരുത്. വരട്ടെ നമ്മളെ. മാഷെ, എന്നാ നമുക്ക് പോയാലോ? ആ കേറ്. മാഷെ, ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതാരായിരുന്നു? ആ, അതെന്റെ അമ്മാവനാ. ആകെയുള്ള ഞങ്ങളുടെ തറവാടാ. അത് കൈക്കലാക്കാനാ. ഓ, അതൊന്നും കാര്യാക്കണ്ട. മറ്റന്നാ പൂരത്തിനുണ്ടാവില്ലേ? കാലത്തെ പൂരത്തിന് കോളേജ് മുടക്കെടുക്കോ? താൻ പറഞ്ഞ പിന്നെ വരാതിരിക്കാൻ പറ്റൂ? പിന്നെ വൈകിട്ട് എന്റെ ഭരതനാട്യം ഉണ്ട് കേട്ടോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര ഗംഗാധര ഗജാചർമാംബരധര ഗംഗാധര ഗജ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വന്നേക്കാം. ആ ശരി. അതെ, ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റോ? ഏയ്, അച്ഛനമ്മേ നിക്കുന്നു. അമ്മാവ, അമ്മായി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വന്നോട്ടെ. ആ, അവളെ നൃത്തം ചെയ്യാൻ പോയിട്ട് തൊഴുതില്ലല്ലേ? നിങ്ങളെന്നാ പോയി തൊഴുതിട്ട് വായോ. അവളൊന്ന് നോക്കിക്കോണേ. അതെ, എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നതല്ലേ, ആൾക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കൊടുക്കുന്നു. ഓ, ആയിക്കോട്ടെ, ഞാൻ നിർത്തി. നേരത്തെ വിളിച്ചത് ഈ തൊഴാൻ തന്നെയാണോ? അല്ല, ഇവിടെ നിക്ക്. ഹായ്, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കൂട്ടുകാരിക്ക് മേടിച്ചതാ. ഭംഗിയുണ്ടല്ലേ? ഞാൻ അത് ചോദിക്കാൻ വേണ്ടി എടുത്തതാ. ഓ ശരിയാ, നല്ല ഭംഗിയുണ്ട്. ആ ശരിയാ, എന്റെ കൂട്ടുകാരിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ കൂട്ടുകാരി മാത്രമാണോ? കൂട്ടുകാരി എന്ന് പറയുമ്പോ എല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു പങ്കാളി കൂടിയല്ലേ? എനിക്ക് കരിമ്പ് ജ്യൂസ് മേടിച്ചു തരോ? പിന്നെന്താ, വായു, മേടിച്ചു തരാം. അതെ, തനിക്ക് എത്ര വയസ്സുണ്ട്? വയസ്സിൽ അത്ര കാര്യമുണ്ടോ? എന്തായാലും കെട്ടാനുള്ള പ്രായമൊക്കെ ആയില്ലേ? ആ, ചെറുതായിട്ടൊക്കെ. ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? അതൊക്കെ എന്റെ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. അച്ഛൻ മരിച്ച പിന്നെ എന്റെ അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കണത് എനിക്കിഷ്ടല്ല. അങ്ങനെയാണെങ്കിലും മോന്റെ ഇഷ്ടത്തിന് അമ്മ എതിര് നിൽക്കുവോ?
അതാലോചിച്ചിട്ട് മോൾ എന്തായാലും വിഷമിക്കണ്ട. ഞാന് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്തായാലും ഒന്നും പറയണ്ട, ഇതെന്തായാലും കുടിച്ചു തീർക്ക. അത് പിന്നെ മോളെ വെറുതെ പോയാലോ? അതേ നേരെ ആകെ ഇരുട്ടി. ആ എന്നാ നിങ്ങ ചെന്നോളൂ. കൃഷ്ണ, നമുക്ക് ആ വഞ്ചിയിൽ കയറാം. അതിനെന്താ, പോവാലോ. ഇന്നെന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ മുടക്കുള്ള ദിവസം ഈ വഞ്ചി എടുത്ത് ആ ചേട്ടൻ പോവല്ലേ പതിവ്. അപ്പോൾ ഇന്നത്തേക്ക് ഈ വഞ്ചി നമ്മുടെ സ്വന്തം. ആ ചേട്ടൻ ഇവിടെ വന്ന് കാണണ്ട. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ അച്ഛൻ നോക്കിക്കോളും. ഇതിനു മുമ്പ് താമരക്കൂമ്പ് തന്നിട്ടുണ്ടോ? അതൊക്കെ അങ്ങനെ തിന്നോ? ആ, മാഷി പട്ടണത്തിൽ നിന്ന് വന്നോണ്ടായതൊന്നും അറിയാത്ത. വൃന്ദേ, നിന്റെ വീട്ടിൽ ആരൊക്കെയോ വന്നേക്കുന്നു, നിന്നോട് ചെല്ലാൻ പറഞ്ഞു. ആരും വരുന്നതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ എന്നാ നമുക്ക് വഞ്ചി തിരിക്കാലേ. പിന്നെ ഇവിടെ പലരും വന്നും പോയിന്നൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് ഈ സ്ഥലം വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. എന്റെ പൊന്നു വൃന്ദേ, നീ എവിടെ പോയി കിടക്കായിരുന്നു? ദേ നോക്കി ആരൊക്കെയാ വന്നേക്കുന്നേന്ന്. ദൈവമേ, ഇവരൊക്കെ ആരാണാവും? മോളുടെ മദ്രാസിലെ അമ്മാവനും അമ്മായിയും പിന്നെ ധ്യാന മോളും ആണ്. മോൾക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവാനാ? ചെറുപ്പത്തിൽ വന്നതല്ലേ, എന്നിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം ചായ കുടിക്കുക, എന്നിട്ടാവും സംസാരമൊക്കെ. എന്താണ് പേര്? എന്റെ പേര് രേണുക. എല്ലാവരും റുക്കുന്ന വിളിക്കാം, തനിക്ക് അങ്ങനെ വിളിക്കാം. അല്ല, തന്റെ പേരെന്താ? എന്റെ പേര് വൃന്ദ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ നിക്കുവാ. ഓ, ഇവള്. അതല്ല ഞാൻ ചോദിച്ചേ, പഠിക്കുവാണോ അതോ എന്താ ചെയ്യുന്നേന്ന്? ഞാൻ മദ്രാസിൽ പഠിക്കുവാ, ഡിഗ്രി പൊളിറ്റിക്സ്. താനോ? ഞാനും ഡിഗ്രിക്കാ പഠിക്കുന്നേ, എക്കണോമിക്സ്. ഞാൻ ലാസ്റ്റ് ഇയറാ. താനോ? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഓ, അപ്പൊ ഞാനാണല്ലേ മൂത്തത്. നിങ്ങൾ പിന്നെ ഇവിടെ എത്ര നാൾ കാണും? ഒരു 2-3 ദിവസം ഉണ്ടാവും. എന്തേ വന്നത്, പിടിച്ചില്ലേ? അയ്യോ, അങ്ങനല്ല, എനിക്കിവിടെ വന്ന് നിക്കണതൊക്കെ ഇഷ്ടാ. ഞാൻ ഒറ്റമോളല്ലേ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോളെ വൃന്ദേ, അമ്പലത്തേക്ക് പോകുമ്പോ റുക്കുവിനെയും കൂടി കൊണ്ടുപോക്കോളൂ. അവൾ ഒരുങ്ങുന്നുണ്ട്. അമ്മേ, ഞാൻ റുക്കു ചേച്ചിനെ കൂട്ടിക്കോളാം. ചേച്ചി ഒരുങ്ങി കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഉറങ്ങാം. ഇതാരാ? ഇതെന്റെ അമ്മായിയുടെ മോളാ, രേണുക. 2-3 ദിവസം നമ്മുടെ കൂടെ കാണും. ചേച്ചി, ഇത് കൃഷ്ണ. ദേ ആ കാണുന്ന വീട്ടിലാ. ഞങ്ങൾ 2 പേരാ ഒരുമിച്ച് അമ്പലത്തിൽ പോവാറ്. എന്നാ പിന്നെ നമുക്കിന്ന് നടന്നു പോവാലേ. രേണുക എന്നല്ലേ പേര് പറഞ്ഞേ? താനിപ്പോ എന്താ പഠിക്കുന്നത്? ഞാൻ മദ്രാസിലാ പഠിക്കുന്നേ, ഇപ്പോ ലാസ്റ്റ് ഇയറാ. ഓ, ഏതെടുത്തേക്കുന്നേ? ഞാൻ പൊളിറ്റിക്സ് എടുത്തേക്കുന്നേ. അത് കൊള്ളാലോ. ഞാനിവിടെ പൊളിറ്റിക്സ് പ്രൊഫസറാണ്. പ്രൊഫസറാണോ? ഞാൻ വിചാരിച്ചു പഠിക്കാന്ന്. ചിരിക്കണം നോക്ക്, പെണ്ണുങ്ങളെതിരെ കാണാത്ത പോലെ. ഇവള് എനിക്ക് പണിയാവുന്ന തോന്നണേ. എന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കണുണ്ടോ നോക്ക്. എങ്ങനെ ഇവിടെ ഒരു മനുഷ്യൻ നിക്കണെന്ന് ശ്രദ്ധിച്ചൂടെ? ഏട്ടത്തി, ഞാൻ കിഴക്കേലെ വീട്ടില് ചക്ക കൊടുത്തിട്ട് വരാം. ശാരദി, കറിയോ നോക്കിയ ഞാൻ കൊടുത്തോണ്ടെങ്കിൽ തന്നേക്ക്. ആണോ? ഇന്ന് ഏട്ടത്തി. ചേച്ചിയെ, ഇതിവിടെ ഉണ്ടായ ചക്കയാണ്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവിടുത്തെ ബന്ധുക്കളാണോ? ഞാന് ശാരദേച്ചിയുടെ ആങ്ങളയുടെ ഭാര്യയാ. അപ്പൊ നിങ്ങൾ എവിടത്തോരാ? ഞങ്ങളൊക്കെ മദ്രാസിലാ താമസാക്കിയേക്കണേ. പുള്ളിക്ക് അവിടെ ജോലിയുണ്ട്. മോളും പിന്നെ അവിടെ തന്നെയാ പഠിക്കുന്നത്. എനിക്ക് ആകൊരു മോനുള്ളൂ. ഞാൻ മോനെ കണ്ടായിരുന്നു. മോനെ കല്യാണൊക്കെ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഞാനും എൻ്റെ മോൾക്ക് കാര്യമായിട്ട് കല്യാണാലോചന ഒക്കെ നോക്കുന്നുണ്ട്. നമുക്കറിയണ കൂട്ടരാകുമ്പോഴല്ലേ വിശ്വസിച്ച് നമുക്ക് കെട്ടിച്ചയക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു രുക്മിണി സ്വയംവരം നടക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിയുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കും. പറഞ്ഞു തീർന്നില്ല, എല്ലാരും വന്നല്ലോ.
നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഈ മോളെ കെട്ടുന്ന ചെക്കൻ്റെ ഭാഗ്യാണ്. കൃഷ്ണ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഇനി എന്നെ ഇഷ്ടമല്ലേ? എന്തിനാ ഇങ്ങനെ എന്നെ മോഹിപ്പിച്ച് പറ്റിക്കുന്നേ? അവളുടെ കൂടെ എന്തായിരുന്നു ഒത്തൊരുമ നടക്കല്? എന്നെ നോക്കിയോ? ആരാണാവോ ഈ ചീത്ത പറയുന്നേ? അത് ഞാൻ വെറുതെ ചുമ്മാതൊന്നുമല്ല, എന്തോ ഉണ്ട്. അയ്യോ, ഞാൻ ഉണക്കാനിട്ട മുളകെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്നാ ചെല്ലട്ടെ. എന്റെ കൃഷ്ണ, ഞാൻ ഈ പരിസര ബോധമില്ലാണ്ട് ഓരോന്നും പറഞ്ഞിട്ട് നാണം കെടുത്തുമല്ലോ എന്നെ. ശാരദേ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു ഇവിടെ രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടെന്ന്. രുക്കുനാണെങ്കിൽ ഞാൻ കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. രുക്കുമോളുടെ കല്യാണം നടക്കണം തന്നെയാ എൻ്റെ ആഗ്രഹം. പിന്നെ രുക്മിണി സ്വയംവരം നടക്കുകയാണെങ്കിൽ കല്യാണം 1 വർഷത്തിനുള്ളിൽ നടക്കും. ഞാൻ ഏട്ടനോട് പറയാം. പിന്നെ ശാരദേ, അപ്പുറത്തെ വീട്ടിലത്തെ ആ കുട്ടിയില്ലേ, അവനായിട്ട് മോളൊന്ന് ആലോചിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. ആര്? കൃഷ്ണനോ? ആ കുട്ടി തന്നെ. കൃഷ്ണ നല്ല കുട്ടിയാ, നല്ല ജോലിയുണ്ട്, പിന്നെ നല്ല തറവാടത്തുള്ള കുടുംബ. ഏട്ടനും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോണേക്കാട്ട് മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഞാനിനിപ്പോ എന്താ ചെയ്യാ? വീട്ടുകാരെല്ലാരും കൂടെ ചേച്ചീനെ അങ്ങോട്ടേക്ക് കല്യാണം ആലോചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോളെ ചാരു. പറയാമ്മായി. എന്റെ പൊന്നു ചാരുമോളെ, നിന്റെ കണ്ണേട്ടനോട് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു പെണ്ണ് പോയി കാണാൻ. അമ്മൻ അത് കൂട്ടാക്കുന്ന പോലുമില്ല. ഇപ്പൊ അയൽവക്കത്തൊരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടീനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മോളൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കോ? ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവന്റെ കല്യാണം കാണണമെന്നാ. വിഷമിക്കാതിരിക്കെ, ഞാനെന്തായാലും വരാം. ഈ കൃഷ്ണ എവിടെ പോയി കിടക്കുവോ? ഇവിടെ നിൽക്കുമായിരുന്നു. കൃഷ്ണ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വിരുന്നുകാര് വന്നിട്ട് വിരുന്നുകാരോട് ഒറ്റയ്ക്കാക്കിട്ട് നീ ഇങ്ങോട്ട് പോരാ? അവിടെ ആരും ഒറ്റയ്ക്കല്ല, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ കൃഷ്ണനെ വിടൂ. പറയ്, കേക്കട്ടെ. എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോണെന്ന് നിങ്ങൾക്കറിയാന്ന്. എന്നിട്ട് എന്തിനായി ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ? എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. ശരി, ഞാൻ തന്നെ പറയാം. എനിക്ക് കൃഷ്ണ ഇഷ്ടാണ്. കേട്ടിട്ടില്ലേ, രാധ കൃഷ്ണനെ ആരാധിച്ചിട്ടുള്ളൂ, പക്ഷേ രുക്മിണി. ഓ, അങ്ങനെയാണല്ലേ? എന്റെ ചേച്ചിനെ അപ്പൊ നിങ്ങക്ക് ശരിക്കും ഇഷ്ടാണല്ലേ? അപ്പൊ ഞാനറിയാണ്ട് 2 കുടുംബങ്ങളും കൂടെ തീരുമാനിച്ചതാണല്ലേ? എന്ത് തീരുമാനിച്ചു? ശരി, അതൊക്കെ വിട്ടേക്ക്. എനിക്ക് നിങ്ങളെ ഇഷ്ടാണ്. അതിനുള്ള മറുപടി ആദ്യം തരൂ. വൃന്ദ, ഞാൻ തന്നെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. ഞാൻ തന്നെ അധ്യാപകനാണ്. പിന്നെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അതേത് കാര്യത്തിലാണെങ്കിലും. അങ്ങനെയുള്ള അമ്മയ്ക്ക് മോന്റെ ഇഷ്ടം തന്നെയായിരിക്കല്ലേ അമ്മയുടെ ഇഷ്ടം? വൃന്ദ, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ എന്നെ തടുക്കാനും ആർക്കും പറ്റില്ല. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് കൃഷ്ണനെ മാത്രമായിരിക്കും. അമ്മ, നമ്മുടെ ചേച്ചിക്ക് രുക്മിണി സ്വയംവരം നടത്താന്ന് ഞാൻ കേട്ടല്ലോ. ആ, ചേച്ചിക്ക് കല്യാണപ്രായമായില്ലേ, അതൊരു തടസ്സം കൂടാതെ നടക്കണ്ടേ, അതിനാ. അപ്പോ അതിന്റെ കാര്യങ്ങൾ തീരുന്ന വരെ അവരെല്ലാവരും ഇവിടെ കാണും. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ കൂടെ എന്റെ സ്വയംവരം നടത്തുമോ അമ്മ? ജോത്സ്യര് പറഞ്ഞിട്ടില്ലേ 1 വർഷത്തേക്ക് ഇനി കല്യാണം നോക്കണ്ടെന്ന്. പിന്നെ ഇവിടെ പൂജകളും കർമ്മങ്ങളും ചെയ്തോണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇനി അവളെ സ്വയംവരം. ഞാൻ കയറിപ്പോയേ. എന്റെ കൃഷ്ണ, ഞാൻ ചെയ്ത കാര്യങ്ങള് എനിക്ക് നേരെ തന്നെ തിരികെയാണല്ലോ. ഈ
എന്താണ് ഇവിടെ? എന്തേ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെല്ലടി ചാരു, നീ സാധാരണ വെക്കേഷനൊക്കെ അല്ലേ വരാറ്, അതുകൊണ്ട് ചോദിച്ചതാ. ആരും ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാത്തെ. ചേട്ടന്റെ ജീവിതത്തിലും കുറച്ച് മാറ്റമൊക്കെ വരുന്നത് നന്നായിരിക്കും. എന്താണ് നീ എന്തോ ഉള്ളില് വെച്ച് പറയുന്ന പോലെ? അങ്ങോട്ടോ മാറി നിന്ന് ഞാൻ പോയി അമ്മായിനെ കാണട്ടെ. ആ മോളെ, നീ എത്തിയോ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവനെ കല്യാണത്തിന് എന്തായാലും സമ്മതിപ്പിക്കണം. അതൊക്കെ ഞാൻ ശരിയാക്കാം അമ്മായി. അമ്മായി വിഷമിക്കാതിരിക്കെ. ഓ, ഇവരെന്താ വരാതെ? 4 മണിക്ക് തന്നെ എത്താനാണല്ലോ ഞാൻ ഇവരോട് എല്ലാരോടും പറഞ്ഞത്. എന്താടി കാണണമെന്ന് പറഞ്ഞേ? ആ, ഈ ചേട്ടനെ കൂട്ടിയായിരുന്നു. പാവം അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങളാണ്ടപ്പോ വിളിച്ചോണ്ട് വന്നതാ. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടേക്കാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാ ഞാൻ നിങ്ങളെ വിളിച്ചത്. നീ ആദ്യം കാര്യം എന്താന്ന് പറ. എൻ്റെ വീട്ടിൽ രുക്കു ചേച്ചി വന്നിട്ടില്ലേ? ആ ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൃഷ്ണനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ കൃഷ്ണനായിട്ട് അവർക്ക് കല്യാണാലോചനയ്ക്ക് താല്പര്യമുണ്ടെന്ന്. എന്നിട്ട് എന്തുണ്ടായേ? എന്തുണ്ടാവാൻ, എൻ്റെ അച്ഛനോടും അമ്മനോടും ചെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ ഇതിന് പൂർണ്ണ സമ്മത. ചേച്ചിക്കാണെങ്കിൽ ഈ അടുത്ത് രുക്മിണി സ്വയംവരം കൂടെ നടത്താൻ പോവാ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി. ഇതൊക്കെ എന്ത് ഇത്ര പെട്ടെന്ന്? അവര് മദ്രാസിക്ക് തിരിച്ചു പോണേക്കാട്ടും മുപ്പാട് ബന്ധം ഉറപ്പിച്ചിടാനാ. അല്ല, ചേച്ചിക്ക് ഇതിനൊക്കെ താല്പര്യമുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞ പിന്നെ ഞാൻ ആ ചേച്ചിയുടെ മുമ്പേ പോലെ ചെന്നിട്ടില്ല. നിന്റെ വീട്ടുകാരുടെ സമ്മതം മാത്രം മതിയോ? കൃഷ്ണയുടെ വീട്ടുകാരുടെ സമ്മതം വേണ്ടേ? പിന്നെ കൃഷ്ണയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ, പിന്നെന്താ പ്രശ്നം? അത് തന്നെയാ പ്രശ്നം. ഞാനും ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എന്നെ ഇഷ്ടമാണെന്നാ. ഞാൻ തുറന്നു പറഞ്ഞപ്പോഴാ പറയുന്നത് അമ്മ പറയുന്ന കുട്ടിയെ കെട്ടുള്ളൂ എന്ന്. അതുമാത്രല്ല, ആ അമ്മയ്ക്കാണെങ്കിൽ റുക്കി ചേച്ചിനെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ എന്തോ ചെയ്യും? അതറിയാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇതിനുള്ള വഴി തെളിഞ്ഞു വരുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് കൃഷ്ണ ജയന്തിയുടെ നൃത്തം പഠിക്കാം. കൃഷ്ണ ജയന്തിയുടെ കൃഷ്ണനെ കിട്ടിയായിരുന്നു. ആ, കുട്ടി കൃഷ്ണന്മാരൊക്കെ കിട്ടി. ഇനിയൊരു വലിയ കൃഷ്ണനും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനാവാനായിട്ട് കൃഷ്ണനെ തന്നെ വിളിച്ചൂടെ? മാഷോ, കൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടാൻ വന്നത് തന്നെ. ചിലപ്പോ ഇതാണെങ്കിലും ആ വഴി. ആ, അതും ശരിയാ. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. എന്നാ ശരി, നമുക്കെന്നാ പോയാലോ? മോളെ ചാരു, അതാണ് രേണുക. മോള് പോയിന്ന് സംസാരിക്ക്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബന്ധമാണ്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, നമ്മളെക്കാളും വലിയ ബന്ധം കിട്ടും. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ മോളെ സമ്മതിപ്പിക്കണം. ആ അമ്മായി, അതൊക്കെ എനിക്കറിയാം. ദേ നോക്ക്, കൃഷ്ണന്റെ അമ്മ ദേ ചാരുവിന് ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. അവരെല്ലാവരും ഇത് ഉറപ്പിച്ച മട്ടാണല്ലോ. ആ, ഇതെന്തായാലും കൃത്യസമയം. നമുക്ക് പോയി കൃഷ്ണനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആ, അത് ശരിയാ. വായോ. കൃഷ്ണ, കൃഷ്ണ, ഇവിടെ ആരുമില്ലേ? എടി, നീ ഒന്ന് ഉറക്കെ വിളിക്ക്. എന്നിട്ട് വേണം കൃഷ്ണന്റെ അമ്മ വരാൻ. നീ ഒന്നും മിണ്ടാണ്ടിരുന്ന്. ഇതെന്താ എല്ലാവരും? കൃഷ്ണ ജയന്തി അല്ലേ വരാൻ പോകുന്നേ. അപ്പൊ ഒരു കൃഷ്ണനാവാനായിട്ട് ഒരാളെ വേണം. അത് മാഷാവോന്നറിയാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാരും പറഞ്ഞു മാഷാവുമ്പോ കൃഷ്ണന്റെ തന്നെ പേരും ഐശ്വര്യവും എല്ലാം ഉണ്ട്. അയ്യോ, ഞാനൊന്നുമില്ല. അതെന്താ മാഷ അങ്ങനെ? കൃഷ്ണൻ തന്നെ പേരിട്ടിട്ട് കൃഷ്ണനാവാതെ? അത് കൃഷ്ണൻ തന്നെ മോശല്ലേ? പിന്നെ മാഷിനെ പോലെ ഇത്രയും സൗന്ദര്യവും സുന്ദരനായിട്ടുള്ള ആളെ കൃഷ്ണനാക്കില്ലെങ്കിൽ പിന്നെ അത് ഞങ്ങൾക്ക് നാണക്കേടാ. ആ, അതെ അതെ. അപ്പൊ വന്നില്ലെങ്കി മോശല്ലേ? ഇടി ഇതുപോലെ നല്ല സ്നേഹമുള്ള നല്ല വാക്കുകൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇത് നീ മുതലാക്കല്ലേ. ഒന്നും മിണ്ടാതിരിക്കണം. ആദ്യം വൃന്ദയുടെ കാര്യം ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് ഞാനിത് ശരിയാക്കി തരാ. അല്ല, ഇവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ? ഇവരായിക്കൂടെ? അയ്യോ, അത് പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഗോപകന്മാരാ. ആ, ശരി, ഞാനെന്നോ എന്റെ വേഷം മാറിയിട്ട് വരാം. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനിത്ര അസൂയ? എനിക്കൊരു അസൂയില്ല. കുട്ടികളെ എല്ലാരും ഒരേപോലെ കളിക്കട്ടോ. ആരതി, ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇന്നലെ ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു തന്നതല്ലേ. വരുന്നു പറഞ്ഞിട്ട് കാണില്ലല്ലോ. പറ്റിച്ചതാണോ? നമുക്ക് നോക്കി നോക്കാം. അല്ല, കൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ട് എന്താ ശരിക്കും ഉപകാരം?
കൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കാനും പറ്റും. പിന്നെ നിന്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് കുറച്ചെങ്കിലും സമയം നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ലേ? ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് അവന്റെ മറുപെണ്ണല്ലേ. അവളെ നമ്മുടെ കൂട്ടത്തേക്ക് കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാവും. ആ, അത് ശരിയാണല്ലോ. അതെ, ചാരുവിന് നൃത്തം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടൂ. ആ, അതിനെന്താ, കൂട്ടാലോ. അങ്ങനെയാണെങ്കിൽ റുക്കു ചേച്ചിനും കൂടെ കൂട്ടുവോ? അയ്യോ, ഞാനൊന്നുമില്ല, ഞാൻ വെറുതെ കണ്ടിരിക്കാൻ വന്നതാ. അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ഞങ്ങൾ എല്ലാവരും കളിക്കുന്നില്ലേ? അപ്പൊ ചേച്ചി മാത്രം ഇങ്ങനെ ഇരുന്നാ എങ്ങനെ ശരിയാവും? ആ അതെ, ഞങ്ങളെല്ലാരും കളിക്കുമ്പോ നീ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ. നീ വായോ. ഗംഗേ, ഞാനുണ്ടല്ലോ. നീ ഒന്ന് അടങ്ങ് പെണ്ണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യ. എടാ, നീ സന്തോഷിക്കുകയാണോ അതോ വിഷമിക്കുകയാണോ? എനിക്കൊന്ന് കരയാൻ പറ്റുമോ? ആ ശരി, എന്നാ വരാം. കണ്ണേട്ടനാ കൃഷ്ണൻ. അപ്പൊ രുക്കു ചേച്ചിനെ രാധയാക്കിയാലോ? നിങ്ങൾ തമ്മിൽ നല്ല ചർച്ചയായിരിക്കും. അയ്യോ, മെയിൻ രാധ വേറെ കുട്ടിയാ. രാധ ഞാനടി, ഞാൻ വേറെ ആരെയും സമ്മതിക്കത്തില്ല. അതെ, നമുക്കിപ്പോ എന്തായാലും എല്ലാവരും കൂടി ഉള്ള ഭാഗം കളിക്കാം. ചേച്ചി, കണ്ണേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു കളിക്കൂ. എനിക്ക് ഇവിടെ നിന്ന് കളിക്കാൻ സ്ഥലമില്ല. അവിടെ ഒരു പൂരം നടത്താനുള്ള സ്ഥലം ഉണ്ടല്ലോ. അതെ, നമുക്ക് നിർത്താം, ഒരു ഇടവേള എടുക്കാം. എല്ലാരും വിശ്രമിച്ചോളൂ. എടി, നീ പറഞ്ഞ സത്യണ്ടാ. ഈ കൃഷ്ണയുടെ അമ്മ അവരൊന്നിപ്പിക്കാൻ വേണ്ടിയാണ് ചാരുവിനെ കൊണ്ടുവന്നതെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കണ്ണേട്ട, രുക്കു ചേച്ചിക്ക് കണ്ണേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ടേക്കൊന്ന് ചെല്ലോന്ന് ചോദിച്ചു. എന്നോടോ? എന്നാ ഞാൻ ചെല്ലട്ടെ. രുക്കു ചേച്ചി കണ്ണേട്ടന് ചേച്ചിനോട് എന്തോ പറയാനുണ്ടെന്ന്, ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലോന്ന് ചോദിച്ചു. ഞാനൊന്നുമില്ല. ചെല്ല് ചേച്ചി ചെല്ല്, എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് വായോ. കണ്ണേട്ടൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല, ചെല്ല്. ആ ശരി. എൻ്റെ വീട്ടില് എന്റെ കല്യാണക്കാരൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കുട്ടീനെ ഒത്തിരി ഇഷ്ടമായി. തനിക്ക് അങ്ങനെ എന്തെങ്കിലും എന്നോട്? അങ്ങനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് വീട്ടുകാരൊക്കെ അല്ല തീരുമാനിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. ശരി, അവളെന്നെ അന്വേഷിക്കണ്ടാവും. ഇപ്പോഴാ പറ്റിയ സമയം. ചാരു ഒറ്റയ്ക്കല്ലേ, ചെന്ന് സംസാരിക്കേ. അതെ ചാരു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാന് മുഖവരവിനൊന്നും നിൽക്കുന്നില്ല. എനിക്ക് കൃഷ്ണ ഇഷ്ടമാണ്. രുക്കു ചേച്ചിയായിട്ട് കല്യാണം ഉറപ്പിക്കുന്നത് വീട്ടുകാരുടെ തീരുമാനമല്ലേ. എനിക്ക് കുറേ നാൾ മുമ്പ് തന്നെ കൃഷ്ണയെ ഇഷ്ടമാണ്. ഒന്ന് മനസ്സിലാക്കണം. അതിപ്പോ ശരിയാ, എനിക്ക് ഈ വീട്ടുകാരെ ഉറപ്പിക്കേണ്ട കല്യാണത്തിലൊന്നും താല്പര്യമില്ലാത്തതാ. എനിക്ക് പ്രണയവിവാഹം തന്നെ ഇഷ്ടം. നിങ്ങളെ സഹായിച്ചുകൊണ്ട് എനിക്കെന്ത് ഉപകാരം? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്തും തരാൻ ഞാൻ തയ്യാറാണ്. അന്ന് വീട്ടിൽ കൊണ്ടുവന്ന പായസം ഉണ്ടാക്കി തരാണെങ്കിൽ ഞാൻ നോക്കാം. അതിനിപ്പോ എന്താ, ഞാനൊരു പറ പായസം വേണമെങ്കിലും വെച്ച് തരാം. ഓയ് കുട്ടി കൃഷ്ണമാരെ, എന്തൊരു കുസൃതിയാ. ഒന്ന് അടങ്ങി നിക്ക് പിള്ളേരെ. നിങ്ങൾ ഇതൊന്ന് പെട്ടെന്ന് ഒരുക്ക്, ഇപ്പൊ തന്നെ അമ്പലത്തിൽ പോകാൻ സമയാവും. എന്ത് വാ ഗോകുലേട്ടാ, അരമണിക്കൂറായിട്ട് 2 കൃഷ്ണന്മാരാണ് ഒരുക്കിയേക്കണേ. ഞങ്ങൾ നമുക്ക് 7 ഗോപികമാരെ ഒരുക്കി കഴിഞ്ഞു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇത്ര നേരമായിട്ട് മെയിൻ കൃഷ്ണനെ കണ്ടിട്ടില്ല. ഒരുങ്ങിപ്പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. പറഞ്ഞ മാതിരി കൃഷ്ണൻ എന്തേ? അത് ശരിയാണല്ലോ. അതേ വൃന്ദേ, നീ ആദ്യം പോയി നിന്റെ വലിയ കൃഷ്ണനെ ഒരുക്കാൻ നോക്ക്. ഈ നേരമില്ലാതെ നേരത്തെ എവിടെ പോയി കിടക്കുവാണ്? അയ്യോ, ആരോ വരുന്നുണ്ടല്ലോ.
എന്താ ഇവിടെ? ഞാൻ വിളിക്കാൻ വന്നതാ, അവളൊന്നും കണ്ടില്ല. അവിടെ അമ്മയുണ്ടായിരുന്നല്ലോ, അമ്മയോട് ചോദിക്കായിരുന്നില്ലേ? അമ്മേനെ കണ്ടില്ല. പെട്ടെന്ന് വായോ, എല്ലാവരും ഇറങ്ങാറായി. രുക്ക ചേച്ചി, എന്റെ കൂടെ നടക്ക്. ഏട്ടാ, ഇപ്പൊ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞില്ലേ? അപ്പോ കൃഷ്ണയുടെ വീട്ടിൽ ചെന്ന് റുക്കൂനൊന്ന് ആലോചിച്ചാലോ? നിങ്ങൾക്ക് അവരുടെ ബന്ധത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു എതിർപ്പില്ല, സന്തോഷമുള്ളൂ. നമുക്കിത് അവരോട് സംസാരിക്കാം. ഇതാരാണാവോ ഈ നേരത്ത്? ആരാ? ഞാൻ ആരാന്ന് ഇവിടെ പലർക്കും അറിയാം. എനിക്ക് രേണുകേനെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കല്യാണം നടത്തും. ബ്രാസിൽ വെച്ച് വന്ന വാക്കൊക്കെ നിങ്ങൾ മറന്നോ? ഇവിടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കേരളത്തിലേക്ക് വന്നത്? ഞാനിവിടെ കൊണ്ടുപോവാ. വാ രേണുകേ. സുഗുണ, നീ എന്താ നോക്കി നിൽക്കുന്നേ? ഏട്ടാ, ഞങ്ങൾ പോവാണ്. ഇന്ന് തന്നെ പോവാം മദ്രാസിക്ക്. അയ്യോ പാവം ചേച്ചി, ഞാൻ എത്ര തെറ്റിദ്ധരിച്ച്. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ ഞാൻ സഹായിക്കില്ലായിരുന്നു. എന്തായാലും എനിക്കിത് ലാഭമായല്ലോ. എന്റെ കൃഷ്ണ, നിങ്ങൾക്ക് 1000 നന്ദി. എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം നിങ്ങൾ നടത്തി തന്നേക്കുന്നത്. ഇന്ന് തന്നെ എനിക്ക് കൃഷ്ണനെ ചെന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആളിവിടെ ഒന്നും കണ്ടില്ല. നിങ്ങൾ എവിടെ പോയി ഒളിച്ചിരിക്കാം മനുഷ്യ? ശാരദേ, ആ പറയ് ചേച്ചി. രേണുക മോളില്ലേ, ആ കുട്ടീനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ കൃഷ്ണനായിട്ട് ആലോചിക്കാൻ വേണ്ടി എനിക്കൊരാഗ്രഹം. അപ്പോൾ ശാരദയുടെ അഭിപ്രായം എന്താ? അയ്യോ, അത് ചേച്ചി, അവരിന്നലെ മദ്രാസിക്ക് തിരിച്ചു പോയി. പിന്നെ ആ കുട്ടിയുടെ കല്യാണം മുമ്പേ ഉറപ്പിച്ചതാ. ആണോ? ഞാൻ കുറച്ച് വൈകിയില്ലേ? എന്നാ ശരി, ശാരദയുടെ പണികളെന്ന് വെച്ചാൽ നടക്കട്ടെ. ചേച്ചി, രാജശേഖരൻ മുതലാളി വീണ്ടും വന്ന് നമ്മുടെ തറവാടൊക്കെ കയ്യേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എനിക്കിപ്പോ ഇത്രയും പ്രായമായില്ലേ, എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റണില്ല. അവനല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടും പറവും തിന്നു മുടിച്ചു. ഇനി എന്റെ മോൻ അവകാശപ്പെട്ട ആ തറവാടും കൂടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോൻ നാളെ രാവിലെ തന്നെ അവിടെ എത്തിയിരിക്കും. ശങ്കരൻ കൂടി ചെന്നോളൂ. കണ്ണ, നീ ഇന്ന് വൈകുന്നേരം തന്നെ പുറപ്പെട്ടോളൂ. ശരി അമ്മേ. കൃഷ്ണ വീണ്ടും പോവാണോ? എന്തെങ്കിലും എനിക്കൊന്ന് കാണാൻ കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ കൃഷ്ണ, ഇത്ര നേരമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഞാനിങ്ങനെയൊന്നും എന്തുവാ? കൃഷ്ണ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കിപ്പോ എന്തായാലും പോണം. എനിക്കെല്ലാം സത്യം അറിയാം. ഞാൻ ആ ഡയറി വായിച്ചായിരുന്നു. അറിയാം, എല്ലാം അറിയാം. എന്നെ വിട്ട് എന്നേക്കുമായിട്ട് പോവല്ലേ? ആദ്യ ജന്മത്തിൽ കൃഷ്ണനും രാധയും അഗാധമായ പ്രണയത്തിലായിരുന്നു. ഒരു ശാപം കാരണം അവർക്ക് ഒരു ജന്മത്തിൽ പോലും വിവാഹിതരാവാൻ കഴിഞ്ഞില്ല. ഒരു ജന്മത്തിൽ സ്വയം രാധ തന്നെ ആ സത്യം കണ്ടെത്തി. ആ ശാപം നൽകിയത് തന്റെ പ്രിയതമനായിരുന്നു. കാരണം കൃഷ്ണൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു വിവാഹത്തിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുമെന്ന്. അവളുടെ ശുദ്ധമായ ഭക്തിയും
എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ ഒരു അപേക്ഷയുടെയും ആരാധനയുടെയും പുറത്താണ് ഞാൻ നിനക്ക് വേണ്ടി പുനർജനിച്ചത്. ഞാൻ ഇത്രയും കാലം നീ പോലും അറിയാതെ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വിധിയാണ് നീ എന്നെ തേടി വന്നത്. ഈ 7 ജന്മത്തിലും നമ്മൾ പ്രണയിച്ചതെല്ലാം നിനക്ക് ദുഃഖം മാത്രം സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ജന്മത്തിൽ നീ എന്നെ പ്രണയിക്കരുത്. ഞാൻ ഇവിടെ നിന്നും പോകുകയാണ്. എന്നെ കാത്തിരിക്കരുത്. നീ എന്നെ കൃഷ്ണ, വേണ്ട. എല്ലാ ജന്മവും എന്റെ ഓർമ്മകൾ മായ്ച്ചു കളയാനാണെങ്കിൽ എന്തിനാണ് നീ പുനർജനിച്ചത്? നീ നിന്റെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചത് എന്നെ മരണം വരെ സ്നേഹിക്കണമെന്നല്ലല്ലോ, എന്നെ വിവാഹം കഴിക്കണമെന്ന് മാത്രമല്ലേ? എന്തേ, അത് സത്യമല്ലേ? എന്നെ കാത്തിരിക്കരുത്. ഞാൻ പോകുന്നു. എനിക്ക് കൃഷ്ണനെ കണ്ടിട്ട് 5 വർഷമായി. എനിക്കതിനിടയിൽ ജോലിയായി. അച്ഛനും അമ്മയൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞാൽ ശരിയാണ്. ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ കല്യാണം 2 ശരീരങ്ങൾ തമ്മിലുള്ളതാണ്. സ്നേഹം 2 മനസ്സുകൾ തമ്മിലാണ് വേണ്ടതെന്ന് എനിക്ക് പറയാം. ഇതെല്ലാം സമൂഹത്തിന്റെ ചിന്താഗതിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് കൃഷ്ണനാണ്. അതിന് ഇത്ര കാലം എന്നിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു. കൃഷ്ണ, എന്താ ഇവിടെ? കുറെ കാലങ്ങളായില്ലേ നമ്മ കണ്ടിട്ട്. ഞാൻ ഒരാളെ കാണാൻ വന്നതാ. ഭാര്യയും കുട്ടികളൊക്കെ? ഞാൻ ആരാന്നറിയോ? കൃഷ്ണനല്ലേ? അല്ല, നിന്റെ ഭർത്താവ്. എന്തോന്ന്? ഇപ്പോഴാണ് നീ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ നിന്നെ ഇത്ര നാള് കാത്തിരിപ്പിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം തന്നെ വിവാഹം കഴിക്കാം. എന്തുവായി പറയുന്നേ? അച്ഛനമ്മയ്ക്കോ? ഇതൊക്കെ എങ്ങനെ? ഞാൻ ആരാന്ന് നീ മറന്നോ? കാലചക്രം വരെ നീക്കം കഴിയുന്ന കൃഷ്ണൻ. എല്ലാം കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ. കൃഷ്ണ, നമ്മുടെ 2 കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ ചെന്ന് ദേവനെന്ന സ്വാമിക്ക് ഞാൻ താമരപ്പൂക്കൾ അർപ്പിക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അതിനെന്താ, പോവാലോ. സ്വാമി, ഇവിടെ ദേവെന്ന് പേരുണ്ടായിരുന്ന ശാന്തി എന്തേ? അങ്ങനെ പേരുള്ള ഒരു ശാന്തി ഇവിടെ ഇല്ലല്ലോ. അല്ല, ഞാൻ ഇന്നലെ തന്നെ കണ്ടുള്ളൂല്ലോ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് വന്ന ശാന്തി. അങ്ങനെ ഒരു ശാന്തി ഇവിടെ ഇല്ല കുട്ടിയെ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെയാ. ഗംഗെ, നിനക്ക് ഓർമ്മയില്ലേ അന്ന് എന്നെ നീ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നപ്പോ നമ്മ കണ്ടത്? നീ ഇത് ആരെക്കുറിച്ചാ പറയുന്നേ? എന്റെ മഹാദേവ, എന്തൊക്കെയായി നടക്കുന്നത്? നീ ഇതൊന്നും ആലോചിക്കണ്ട. ഇത് മഹാദേവന്റെ പദ്ധതിയായിരുന്നു നമ്മൾ ഒന്നിക്കണം. ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ. ಪ್ರಾಣ ಪ್ರಿಯನು ನೀ